സർക്കാർ ജീവനക്കാരുടെ അഴിമതി തടയുന്നതിന് വേണ്ടി പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വിവരാവകാശ നിയമം 2005. സാധാരണ ജനങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി നടത്തിയിട്ട് അവർ ഓരോ നിയമങ്ങൾ ജനങ്ങളിൽ മേലെ അടിച്ചേൽപ്പിച്ചാൽ അത് ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ നിയമം എനിക്ക് എതിരെ വന്നത് എന്ന് ചോദിക്കണമെങ്കിൽ കോടതിയിൽ മാത്രമേ അഭയം ഉണ്ടായിരുന്നുള്ളൂ. കോടതികളിൽ സാധാരണ ജനങ്ങൾ ചെല്ലുമ്പോൾ അത് ഒരു 5-6 വർഷം എടുക്കും ഒരു കാര്യത്തിൻ്റെ തീരുമാനമാകാൻ. അതേസമയം വിവരാവകാശ നിയമത്തിൽ അവരെന്തുകൊണ്ടാണ് ഈ നടപടി എടുത്തത്, അത് നിയമപരമായിട്ട് തെറ്റല്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഒരു വെള്ള പേപ്പറിൽ 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് 2005 വിവരാവകാശ നിയമം എന്നെഴുതി അപേക്ഷ കൊടുത്താൽ 30 ദിവസങ്ങളിൽ ശരിയായ മറുപടി അവർക്ക് നൽകണം. അങ്ങനെ തന്നില്ലെങ്കിൽ അത് അപ്പലേറ്റ് അതോറിറ്റിക്ക് കൊടുക്കാം. അതിൽ നിന്നും അവർ നല്ല രീതിയിലെല്ലാം മറുപടി കിട്ടുന്നതെങ്കിൽ നമ്മൾ വിവരാവകാശ കമ്മീഷനിൽ അതിൻ്റെ പരാതി ബോധിപ്പിക്കുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും തീർപ്പ് കൽപ്പിക്കുന്നതായി. ഞാനിങ്ങനെ പറഞ്ഞത് 2005 കുത്തിയോട് വില്ലേജ് ഓഫീസിൽ വില്ലേജോടനുബന്ധിച്ച ഒരു സ്ഥലത്ത് ഒരു കോമ്പൗണ്ട് വാൾ കെട്ടുന്നതിന് വേണ്ടി, റോഡ് സൈഡ് കോമ്പൗണ്ട് വാൾ കെട്ടുന്നതിന് വേണ്ടിയിട്ട് അവരൊരു അപേക്ഷ കൊടുക്കുകയും അവിടെ ഒരു കോമ്പൗണ്ട് വാൾ കെട്ടാൻ തുടങ്ങുമ്പോൾ അടുത്ത ഒരു അയൽവാസി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അയാൾക്ക് വഴിക്ക് സ്ഥലം കൊടുത്തില്ല എന്ന പേരിൽ ഇവർക്ക് റോഡ് പുറമ്പോക്കിലാണ് എന്ന് പറഞ്ഞ് നിർത്തിവെച്ചു. അങ്ങനെ നിർത്തിവെച്ച സന്ദർഭത്തിൽ അത് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ചോദിച്ചപ്പോൾ അത് നിങ്ങൾ റോഡ് പുറമ്പോക്ക് കൈകേറിയതാണ്, അതുകൊണ്ട് അതിനൊരു തീരുമാനമെടുക്കാതെ മതിൽ നിർമ്മാണം നടക്കത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാനിതിനെക്കുറിച്ച് അവരുടെ ഒരു ആവലാതിയായിട്ട് എന്തൊക്കെ വന്നപ്പോൾ ഞാൻ ഇത് ഈ പഞ്ചായത്ത് രാജ് ആക്ട് നിയമം അനുസരിച്ച് അതിനകത്ത് ഈ റോഡ് നിർമ്മിക്കുന്നതിന് എങ്ങനെയാണ് എന്ന് വസ്തുത നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിനകത്തൊന്നും കാണുന്നില്ല. എങ്കിൽ മുനിസിപ്പൽ ബിൽഡിംഗ് ആക്ട് പ്രകാരം ആ പുസ്തകം ഞാൻ റെഫർ ചെയ്തപ്പോൾ അതിനകത്തും കാണുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ പഞ്ചായത്ത് ഗ്രാമസഭകളിൽ ഗവൺമെന്റ് അതാത് സമയത്ത് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെ ഒരു ബുക്കുണ്ട്. ആ ബുക്ക് റെഫർ ചെയ്തപ്പോൾ 220B പ്രകാരം ഒരു വീട് നിർമ്മിക്കുന്നതിന് റോഡിൽ നിന്നും 3 മീറ്റർ മാറണം. എന്നാൽ 220B എന്ന് പറയുന്ന നിയമം മതിൽ കെട്ടുന്നതിന് ബാധകമല്ല. അത് സാധാരണ നോട്ടിഫൈഡ് റോഡായാലും പഞ്ചായത്ത് റോഡായാലും മുനിസിപ്പൽ റോഡായാലും ഇനി നാഷണൽ ഹൈവേ ആണെങ്കിൽ പോലും നമ്മുടെ അതിരിട്ട് കെട്ടാം. നമ്മുടെ അതിരെവിടെയാണോ അവിടെ ഇട്ട് നമുക്ക് മതിൽ കെട്ടാം. അതിനെ ചോദ്യം ചെയ്യാൻ ഗ്രാമസഭക്കോ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ അധികാരമില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഇവന്മാർ പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ ഇത് തന്നു എന്നറിയാൻ വേണ്ടി ഒരു വെള്ള പേപ്പറിൽ 2005 വിവരാവകാശ നിയമപ്രകാരം 220B പ്രകാരം മതിൽ കെട്ടുന്നതിന് നമ്മുടെ അതിരിട്ട് കെട്ടാമെന്നാണ് നിയമം എന്നിരിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് പുറമ്പോക്കാണ് റോഡ് പുറമ്പോക്കിൽ കയറി മതിൽ കെട്ടിയെന്ന് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ നോട്ടീസ് എനിക്കിത് തന്നു എന്ന് ചോദിച്ചപ്പോൾ അവരതിൻ്റെ വസ്തുത മനസ്സിലാക്കുകയും പിന്നീട് അത് മതിൽ കെട്ടുന്നതിന് വേണ്ടി അനുമതി നൽകുകയും ചെയ്തു. അപ്പം അങ്ങനെ സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു സാധാരണപ്പെട്ടവന് ഉദ്യോഗസ്ഥന്മാരുടെ ഇതോ അല്ലെങ്കിൽ അയൽവാസികളുടെ വൈരാഗ്യം കൊണ്ടോ ഒരു പരാതി തന്നാൽ അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് വൃത്തികേട് കാണിക്കാമോ എന്നുള്ളൊരു അഹങ്കാരം ഈ നിയമം മൂലം അത് മാറ്റിക്കിട്ടി. ഇത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം ഉണ്ടായത്. പക്ഷെ അതെല്ലാ ആൾക്കാരും അത് വിനിയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ചിലർക്ക് അതിനെക്കുറിച്ച് അറിയാൻ അവബോധമില്ലാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കൊടുക്കുന്നത്. ഇനി 220B മതിൽ നിർമ്മാണത്തിന് ബാധകമല്ല എന്നുള്ള ആ ഉത്തരവിന്റെ കോപ്പിയും ഞാൻ ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ.